അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇന്ന് മുന്നേ ഒരു കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെരിഫൈഡ് PNL നമുക്ക് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഓർഡർ എങ്ങനെ ഇടുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് അതാദ്യം നോക്കാം. നമുക്ക് എങ്ങനെയാണ് ബി ഓർഡർ ഞാൻ എടുക്കുന്നത്, എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 52,500 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഈ ബൈ ഓർഡറിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ മേലെ കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും ഒക്കെ ലോഡ് ആവുന്നുള്ളൂ. ഇവിടെ താഴെ നമുക്ക് മാർക്കറ്റ് ഓർഡർ കൊടുക്കാം, മേലെ ബ്രാക്കറ്റ് ഓർഡറും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ബ്രാക്കറ്റ് ഓർഡർ ഇട്ട് നമുക്ക് SL ടാർഗറ്റും സെറ്റ് ചെയ്യാം. SL ഇവിടെ 20 പോയിൻറ്റ് സെറ്റ് ചെയ്യാം, ടാർഗറ്റിൽ ഇവിടെ 100 പോയിൻറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാ ട്രേഡും എടുക്കാറുള്ളത്. 1:5 റിസ്ക് റിവാർഡാണ്. SL 20 പോയിൻറ്റും ടാർഗറ്റ് 100 പോയിൻറ്റും. ഇത്ര അടിച്ചാൽ ബൈ അടിച്ചാൽ മതി, എൻട്രി എക്സിക്യൂട്ട് ആയിക്കോളും. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഇത്രയുള്ള പണി, ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ മാർക്കറ്റിൽ കൊടുക്കാറുള്ളത്. എൻട്രി വരുന്ന സമയത്ത് ഇത്രയും സെറ്റ് ചെയ്തിട്ട് ബൈ ഓർഡർ അങ്ങ് അടിക്കും. ATM സ്ട്രൈക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിലിവിടെ താഴെ നോക്കിയാൽ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ കാണും. ഈ ലിമിറ്റ് ഓർഡറിൽ ഇട്ട് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഏത് പ്രൈസിലാണ് എൻട്രി എടുക്കേണ്ടത് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രൈസ് കൊടുക്കാം. ഈ മാർക്കറ്റ് ഓർഡർ ഇട്ടാൽ അത് കഴിയില്ല, ഓപ്ഷൻ പോയി അവിടെ. മാർക്കറ്റ് ഓർഡർ ഇട്ടാൽ അപ്പം മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് ആ പ്രൈസിന് അങ്ങോട്ട് എക്സിക്യൂട്ട് ആവാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമുക്കിവിടെ ബൈ അടിക്കാം. ബൈ അടിച്ചിട്ട് എൻട്രി എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാണ്. ഇപ്പം ബൈ അടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മൾ ബൈ അടിച്ചു. ഇവിടെ കാണാം ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു SL ഓർഡർ, ഒരു ടാർഗറ്റ് ഓർഡർ ഉണ്ട്. ആ ട്രിഗർ പെൻഡിങ് SL ആണ്, ഓപ്പൺ ഓർഡർ ടാർഗറ്റാണ്. താഴെ എൻട്രി എടുത്ത പ്രൈസ് 195.35 പക്ഷേ ടാർഗറ്റ് വന്ന കറക്റ്റ് 100 പോയിൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് SL കറക്റ്റാണ് വന്നതെന്ന് നോക്കി നോക്കാം. SL വന്നിരിക്കുന്നത് 175.35 അത് കറക്റ്റ് 20 പോയിൻറ്റ് താഴെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടാർഗറ്റ് ലേശം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഓർഡർ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ടാർഗറ്റ് ഓർഡർ എഡിറ്റ് ചെയ്തിട്ട് മോഡിഫൈ കൊടുത്തിട്ട് നമുക്ക് 195 ആകുമ്പോൾ 295 വേണ്ടത്. കറക്റ്റ് 100 പോയിൻറ്റ് ടാർഗറ്റ് വെക്കുമ്പോൾ അത് 295.35 അടിച്ചെടുക്കാം. അപ്പോൾ ഈ കറക്റ്റ് 35 അടിച്ചെടുത്താൽ ടാർഗറ്റ് വരുന്നത് കറക്റ്റ് 1500 ആയിരിക്കും വരിക. ഓക്കെ, ഇനി SL ഇതിപ്പോൾ കറക്റ്റ് 20 കറക്റ്റ് 20 പോയിൻറ്റ് SL വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കറക്റ്റ് 20 പോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 300ലും ലേശം കൂടുതലായിരിക്കും വരിക. അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ട്രിഗർ പെൻഡിങ് അവിടെ പോയിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. മോഡിഫൈ ചെയ്തിട്ട് ഇതൊരു കുറച്ചൊരു പൊടിക്കൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. 175 എന്നുള്ളത് ഒരു 177 78 അങ്ങനെ എന്തെങ്കിലുമാക്കി വെച്ച് കൊടുത്താൽ മതി. നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് ഒരു 178 വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ കറക്റ്റ് 300 വരില്ല, 300ലും ഒരു ലേശം കുറവ് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രോക്കറേജ് ഒക്കെ അതിൽ അഡ്ജസ്റ്റ് ആയി പോയിക്കോളൂ. റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് സെറ്റായി, ടാർഗറ്റ് സെറ്റായി, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. എൻട്രി ഇവിടെ റണ്ണിങ് ആണ്. ടാർഗറ്റ് അടിച്ചാൽ ടാർഗറ്റ് അടിക്കും, സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ അതിലധികം ഒന്ന് അടിക്കുമ്പോൾ കാണിച്ചിട്ട് ഓക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ ആദ്യം നേരത്തെ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ കാണിച്ചത് ഞാൻ രണ്ടാമത് എടുത്ത എൻട്രിയാണ്. അത് എൻട്രി ഇങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ 100 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്ന പോലെ തന്നെ തുടരാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് പോയി വെക്കുകയാണെങ്കിൽ ഇന്നെടുത്ത എൻട്രീൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. ഫസ്റ്റ് എൻട്രി 9:44 സെക്കൻഡ് എൻട്രി 14:29 ആ എൻട്രീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ചാർട്ടിൽ പോയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് എൻട്രി 9:44. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. 50 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റ് ഓപ്പൺ ആയത് 9:15 ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ ഓപ്പണായി 9:44 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ലാസ്റ്റിലേക്കാണ് എൻട്രി എടുത്തത്. ഈ താഴെ ഈ കുറച്ച് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് മേലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് എടുത്താണ് പറഞ്ഞത്. ഒരു 100 പോയിൻറ്റും കൂടെ മേലോട്ട് കയറുന്നുള്ള എക്സ്പെക്റ്റേഷൻ എടുത്താണ്, പക്ഷേ അത് SL അടിച്ച്. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയ സമയത്താണ് അടുത്ത എൻട്രി എടുത്തത്. അത് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന് ഓൾറെഡി താഴത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി പെട്ടെന്ന് ഒന്ന് ഫാളിലെടുത്ത് അത് കഴിഞ്ഞ് ടാർഗറ്റ് അടിക്കാതെ ഈ ഒരു ലെവലൊന്നും അടിക്കാതെ വീണ്ടും അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരുപാട് ലിക്വിഡിറ്റി എടുത്ത് കളക്ട് ചെയ്ത് നിൽക്കുകയാണ് ഒരു മൗണ്ടത്തിന് തയ്യാറായിട്ട്. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇവിടുന്ന് അടുത്തൊരു എൻട്രി എടുത്തിരുന്നത്. അത് SL അടിച്ചു. അപ്പോൾ 2 എൻട്രി SL അടിച്ച് ഇന്നത്തെ പരിപാടി നിർത്തി. അത്രേ ഉള്ളൂ ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ പൊസിഷൻസിൽ കാണാം. ഇന്നെടുത്ത 2 എൻട്രീൻ്റെ സാധനം വരുന്നില്ല. ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പോൾ പൊസിഷൻസ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ലോസ് 600 രൂപയ്ക്ക് അടുപ്പിച്ചിട്ടാണ് ലോസ്. ഒരു ട്രേഡിൽ 300, അടുത്തതിൽ 300, ടോട്ടൽ 600 എന്നുള്ള രീതിയിലാണ്. അതിലിപ്പോൾ ലേശം കുറവുണ്ട്, 547 ലോസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നാളെ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ 20 ദിവസം തികയാണ്. അതായത് ഫസ്റ്റ് ലെവൽ നാളെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സംഭവം ഉണ്ടായല്ലോ, മറ്റേ വെരിഫൈഡ് PNL കാണിക്കുന്ന സംഭവം. വെരിഫൈഡ് PNL എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ വെരിഫൈഡ് PNL ആണ്. ഇവിടെ കാണാം, അവിടെ സ്ക്രോൾ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ആക്ടിവേറ്റ് ആക്കുന്ന എൻ്റെ കഴിഞ്ഞൊരു മാസത്തെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാസത്തെ വെരിഫൈഡ് PNL ആണ്. ഈ സംഭവത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിവിടെ ഇൻസ്പെക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടും കോഴ്സ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് സ്കാമ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അല്ലാതെ ആരെയും ഉദ്ദേശിച്ചിട്ടോ ആരെയും എതിർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും പറഞ്ഞല്ല. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം മാറ്റി നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ 1 lakh കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1 lakh അടിച്ചു. ഓക്കെ, ഇനി ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ മാറി, ഇവിടെ 1 lakh ആയി കിട്ടി. ഈ സംഭവം കാണിച്ചാൽ ഏതൊരാളെ വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും. ഇതവിടെ കറക്റ്റ് 1 lakh വന്ന് നമുക്കിത് താഴോട്ടേക്ക് ആക്കിയാൽ താഴോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരു വീഡിയോ ആകുമ്പോൾ എങ്ങനെ അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ എല്ലാവർക്കും തോന്നുന്നത്. അവിടെ കൊണ്ടുപോയാൽ ഇതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്ത് കുറച്ച് പച്ചും ചുവപ്പൊക്കെ കാക്കി വെച്ചിട്ട് ഈ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ എല്ലാ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരമുള്ള എഡിറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടാക്കാനുള്ള PNL വെരിഫൈഡ് PNL ആയാലും ഇന്നത്തെ കാലത്ത് ഈ ChatGPT AI മറ്റേതൊക്കെ ഉള്ള സമയത്ത് എന്ത് സാധനമാണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും ആരും ചെന്ന് അറിയാണ്ട് ചാടിപ്പോരുത്. നിങ്ങൾ ഹാർഡ് ആൻഡ് ആയിട്ടുള്ള മണി എല്ലാവരും ആരും ജെന്യുവനല്ല, അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്കാമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ 17 കോടിയൊക്കെ ഫൈൻ അടപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രമാത്രം സ്കാം നടക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ജെന്യുനാണ് മറ്റാൾ ജെന്യുൻ അങ്ങനെയൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. ജെന്യുനായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്, ഫേക്കായിട്ടുള്ള ആളുകളും ഉണ്ട് ഒരുപാട്. അതിൽ കൂടുതൽ എന്തായാലും ഇങ്ങനെ സ്കാമും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയേക്കുക. അതിനുള്ള ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.